നമസ്കാരം. ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. പൂക്കളുടെ വരവോടുകൂടിയാണ് വസന്തം വരിക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളൊരു വാദമുണ്ട്. കാരണം പൂമൊട്ടുകളുടെ വരവോടുകൂടിയാണ് വസന്തം പൂവിടുന്നത് എന്നുള്ളത്. ശരിക്കും ഇപ്പോൾ കർണികാരം പൂത്തപ്പോൾ വിഷു പൂവിട്ടിരിക്കുകയാണ്. ഈ വിഷുദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ നടനും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനുമായ ശ്രീ മധുപാൽ. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ശരിക്കും വിഷു എന്ന് പറയുന്നത് ഒരു വസന്തകാലത്തിൻ്റെ ഉത്സവമാണ്, അതേപോലെ ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങളുടെ ഒരു ഈറ്റില്ലമാണ് കേരളമെന്ന് നാം പറയാറുണ്ട്. ഈ വിഷുക്കാല ദിനത്തിൽ എന്ത് തോന്നുന്നു സാർ? ഈ വിഷുക്കാലം പൊതുവെ പൂരങ്ങളുടെ ഒരു സമയം കൂടിയാണ്. കാരണം ധാരാളം, ഞാൻ പാലക്കാടായിരുന്നു എൻ്റെ സ്കൂൾ കാലങ്ങളും ജീവിതത്തിലെ ഒരു പകുതി സമയം അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം പാലക്കാട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണ്. ചെനക്കത്തൂരായാലും ഈവൻ 26-ാം തീയതി തൃശ്ശൂർ പൂരമാണ്. അവിടെ വരെ എത്തുന്ന ഒരു വലിയ പൂരം, അല്ലെങ്കിൽ വേല തുടങ്ങിയ ഒരുപാട്, ആറാട്ടുപുഴ തുടങ്ങിയ ഒരു വലിയ പൂരങ്ങളുടെ ഒരു സമയങ്ങൾ തന്നെയാണത് പല ഏരിയകളിലായിട്ട്. ഈ പൂരങ്ങൾ മുഴുവനും വെടിക്കെട്ടുകളും പൂരങ്ങളും കാണാൻ നടന്നിരുന്ന ഒരു ബാല്യകാലമുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചോളം ഈ വിഷു എന്ന് പറയുമ്പോൾ ഇതെല്ലാം വിഷുവിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം വിഷുവിന് അപ്പുറവും വിഷുവിന് ഇപ്പുറവുമായിട്ടാണത് നിൽക്കുന്നത്. ഒരു മെയ് മാസം വരെയുള്ളൊരു സമയങ്ങളിൽ. അപ്പം വെക്കേഷൻ കാലം എന്ന് പറയുന്നതിനപ്പുറത്ത് യാത്രകളുടെ ഒരു കാലം കൂടിയാണത് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എല്ലാ കാലത്തും ഇപ്പം നാളെയും ഞാൻ യാത്ര തന്നെയാണല്ലോ. അപ്പോൾ വിഷു ദിവസമാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് സമയം നിന്ന് വീണ്ടും ഉള്ള ഒരു യാത്രയിലേക്കാണ്. അപ്പോൾ ഈ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ ഈ വിളവെടുപ്പിൻ്റെ കാലമാണെങ്കിലും ഈ ധാരാളം പച്ചക്കറികൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷകൾ നിൽക്കുന്നതിനൊപ്പം തന്നെ പുറത്തു നിന്ന് വരുന്ന ഒരു വരവിൻ്റെ ഒരു കാലം കൂടിയാണ്. അപ്പം ഒരു പരിധി വരെ പഴയ ഓർമ്മകളിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുള്ളൊരു വിഷുവാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ എപ്പോഴും ഇതൊരു ശരിക്കും ഒരു ജനകീയ ഉത്സവമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. കാരണം വൈശാഖി ആണ്. അതെല്ലാം പല തരത്തിലായിട്ട്, ആസാമിലായാലും ബിഹു ആയാലും ഒക്കെ പലതരത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിഷു ഇത് ഒരു സയൻസ്, ഒരു ശാസ്ത്രം കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു സമയത്ത് ഉച്ചത്തിൽ ചൂട് നിൽക്കുന്ന ഈ സമയത്ത് മനുഷ്യൻ്റെ തലവേദനകൾക്കപ്പുറത്തേക്ക് ഒരു സന്തോഷത്തിൻ്റെയും കൂടെ ഒരു സമയമായിട്ട് ഞാൻ വിഷുവിനെ കാണുന്നുണ്ട്. കാരണം എല്ലാ കാലത്തും, എല്ലാ സമയങ്ങളിലും, എല്ലാ ഏപ്രിലുകളും ഏറ്റവും ക്രൂരമായ ഒരു മാസത്തിനകത്ത് ഒരു ആശ്വാസമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിഷു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അങ്ങയുടെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോഴേക്കും സിനിമ ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ ഈ വിഷു സിനിമ ഓർമ്മ എങ്ങനെയാണ്? എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തത് ഒരു വിഷു കാലത്താണ്. കാശ്മീരം റിലീസ് ചെയ്യുന്നതൊരു ഏപ്രിൽ മാസത്തിലാണ്. അപ്പം അന്ന് മുതൽ നമുക്ക് ഈ റിലീസ് പടങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ റിലീസ് പടങ്ങൾ എന്നല്ല, സിനിമ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം ആ കാലം മുതൽ നമ്മൾ ഈ ജനിച്ചു വീണത് തിയേറ്ററിലേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് സിനിമയുമായിട്ടുണ്ടല്ലോ. വിവിധ ഭാഷകളിലുള്ള സിനിമകൾ കണ്ട് ശീലിച്ച ഒരു കാലമുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. സിനിമയില്ലാത്തൊരു ദിവസം പോലും എന്നെ സംബന്ധിച്ചോളം ഇല്ല എന്ന് തന്നെയാണ്. ശരിക്കും ഈ വിഷു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങയുടെ ഈ സിനിമയിലൊക്കെ തന്നെ ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾക്ക് 6 മലയാളികൾക്ക് 100 മലയാള ഭാഷാ ഭേദമുണ്ട് എന്നുള്ളതാണ്. അങ്ങയുടെ ഈ ഒഴിമുറി എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യതിരിക്തമായിട്ടുള്ളൊരു രീതിയുണ്ട്. എങ്ങനെയാണ് ആ ഭാഷയിലേക്ക് അങ്ങ് എത്തിച്ചേർന്നത്? ഞാൻ ആ ഭാഷയിലേക്ക് എത്തിച്ചേർന്നൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റുകളാണല്ലോ നമ്മളെ എപ്പോഴും എന്തെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വിഷയം നമ്മളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ട ഏറ്റവും വലിയ കാര്യം. അതിന് ഞാൻ നന്ദി പറയുന്നത് യശസ്വീനായ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയോടാണ്. കാരണം ഞങ്ങളൊരു പ്രോജക്റ്റ് ആലോചിച്ച് നടന്ന കാലത്ത് ഞാനും ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യാമെന്നും ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചുപോയ വീണ്ടും SA പിള്ള പാസഞ്ചറിൻ്റെ പ്രൊഡ്യൂസർ പിള്ള സാറൊക്കെ കൂടെ ചേർന്നിട്ടൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കുകയും ആ സിനിമ ചെയ്യാൻ വേണ്ടി കഥകൾ ആലോചിച്ച് പല വഴികളിലൂടെ പോയ കൂട്ടത്തിൽ ഒരു ദിവസമാണ് പല കഥകൾ നമ്മൾ ആലോചിച്ചു, പലതും നടക്കില്ല എന്ന് തീരുമാനമായി. ശ്രീനേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റിനകത്ത് തന്നെ
പറഞ്ഞ സ്ക്രിപ്റ്റും ഒട്ടും നമുക്കൊരു തൃപ്തികരമാകില്ല. പുള്ളിക്കും തോന്നിയില്ല, എനിക്കും തോന്നിയില്ല. അങ്ങനൊരു സമയത്ത് ശ്രീയേട്ടൻ തന്നെ പറഞ്ഞൊരു കഥയായിരുന്നു ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തൊരു അച്ഛനും അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു കഥ പറയുന്നത്. കാരണം ഞങ്ങൾ ആലോചിച്ചതും ഒരു അച്ഛനും മകനും തമ്മിലുള്ള കഥ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ ശ്രീയേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ എവിടെയോ വായിച്ചൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജയമോഹൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു ഏതൊരു എഴുത്തുകാരൻ എഴുതിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കപ്പോൾ മനസ്സിലായി പുള്ളി പറഞ്ഞപ്പോൾ അത് ജയമോഹൻ്റെ എന്നിരിക്കലും എന്ന് പറയുന്ന ഭാഷാഭൂഷണിൽ വന്നിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണെന്ന് പറഞ്ഞപ്പം അത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കഥ പറയുകയും ആ കഥ ശ്രീനേട്ടൻ്റെ അടുത്ത് ഒന്ന് പറയുകയും ശ്രീനേട്ടൻ അതിൻ്റെ തിരക്കഥ എഴുതിപ്പിക്കുകയും തിരക്കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം ശ്രീനേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്ത സമയത്തു നിന്നാണ് ഞാൻ ശ്രീനേട്ടനെ വിട്ടിട്ട് ആ സിനിമ തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രീനേട്ടൻ പിന്നീട് എന്നോട് പറയുകയും ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ശ്രീനേട്ടൻ ഒട്ടും ആപ്റ്റല്ലാത്ത ഒരു ഭാഷയും പുള്ളിയുടെ ഒരു ശരീരപ്രകൃതിയും പുള്ളിയുടെ ഒരു കഥാപാത്രത്തിൻ്റെ രീതിയും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ള ശ്രീനേട്ടൻ്റെ ഒരു തോന്നലാണ് പിന്നീട് അത് ചെയ്യേണ്ട എന്ന് ശ്രീനേട്ടൻ തീരുമാനിച്ചതെന്ന്. അപ്പോൾ പക്ഷേ അത് എന്നോട് പുള്ളി പറഞ്ഞില്ല. പിള്ള സാറിനോട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് ആ സിനിമ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നൽ അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. പക്ഷെ ഒറ്റ സമാധാനം സന്തോഷം തോന്നുന്നത് ഇന്നും ആ സിനിമയെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് നിരന്തരം എല്ലാ ദിവസത്തിൽ ഒരാളെങ്കിലും എന്നോട് ആ സിനിമയെക്കുറിച്ച് ഗവേഷണവും നടക്കുന്നുണ്ട്. സർവകലാശാല എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള വേറൊരു കാര്യം വെച്ചാൽ എൻ്റെ അറിവിൽ തന്നെ 18 കുട്ടികളുടെ PhD പ്രബന്ധമായിട്ട് ഈ ഒഴിമുറി മാറിയിട്ടുണ്ട് 12 യൂണിവേഴ്സിറ്റികളിൽ എന്നുള്ള എൻ്റെ മോള് ചെയ്തത് അതായിരുന്നു. ശരി. അപ്പം അങ്ങനെ പല ആൾക്കാരും ആ സിനിമ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അത് വേറെ ഒന്നുമില്ല, അവൾ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു ലൈനിൽ പറഞ്ഞാൽ അവളുടെ ഒരു രീതി പറഞ്ഞിരുന്നത് എം എ ചെയ്യുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ആയിരുന്നു അവൾ ചെയ്തിരുന്നത്. അപ്പം 2 ഭാഷകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് അവൾ അതിനെക്കുറിച്ച് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ HOD പറഞ്ഞതും വീട്ടിലൊരു സിനിമ വീട്ടിലൊരാളിരിപ്പുണ്ടല്ലോ വെറുതെ എന്തിനാ വേറെ വഴിക്ക് പോകുന്നത് എന്നുള്ള തോന്നലിൽ നിന്നാണ്. തമിഴും മലയാളവും 2 ഭാഷകളായിരുന്നു. അവൾ ബേസിക് തമിഴും മലയാളവും അവളും എടുത്തിരുന്ന ലിംഗ്വിസ്റ്റിക്സിൽ എടുത്തിരുന്ന ലാംഗ്വേജും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അവളാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് ആ സിനിമയുടെ പല ഏരിയകളിൽ, കാരണം അതിൻ്റെ ഭാഷയെക്കുറിച്ചുണ്ടായിരുന്നു, അതിൻ്റെ കൾച്ചറുണ്ടായിരുന്നു, അതിൻ്റെ ഫുഡിനെ കുറിച്ചുണ്ടായിരുന്നു, ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുണ്ടായിരുന്നു, അതിൻ്റെ എക്കണോമിയെക്കുറിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം ആ സിനിമയിൽ വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഈ മറ്റുള്ളവർ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ കഥയായിരുന്നു ആലോചിച്ചത്. എന്നാൽ ഇതെല്ലാം അതിനകത്ത് സംസാരിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ, ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു സാംസ്കാരിക സ്വഭാവങ്ങളെക്കുറിച്ച്, ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാധീനം എന്നുള്ളത് അതെല്ലാം ആ സിനിമയിൽ ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു ഈ ആർക്കിടെക്ചറൽ ലെവലിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആൾക്കാരും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കത് രസം തോന്നിയത് ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് എവിടെയെങ്കിലും സജീവമായിട്ട് പറയുന്നു ആ സിനിമ ഇപ്പോഴും ചെയ്യുന്നു. അപ്പം ആ സിനിമയിലേക്ക് ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സിനിമ ചെയ്യുമ്പോൾ അതിനൊരു ഒരു യൂഷ്വൽ അല്ലാത്ത ഒരു കഥയുണ്ടാവുന്നതും യൂഷ്വൽ ഇൻ ദ സെൻസ് നമുക്കറിയാം ജീവിതത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും ഒരേ കഥകളൊക്കെ തന്നെ പറയാറുണ്ട്. പക്ഷേ അതിനകത്ത് എന്ത് പുതിയതായിട്ട് പറയാൻ നമുക്ക് പറ്റും, എന്ത് ആംഗിളിൽ പറയാൻ പറ്റും, ഏത് പശ്ചാത്തലത്തിൽ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിമുറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയോ സിനിമകൾ നാർഗോവിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ഒരുപാട് പേര് വന്നു. പിന്നീട് ആ സിനിമ ചെയ്ത ലൊക്കേഷനുകളെക്കുറിച്ച് എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്. എനിക്കൊരു കർണാടകത്തിലൊരു യൂണിവേഴ്സിറ്റിയിലൊരു പയ്യൻ, അവൻ്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അവൻ്റെ വിഷയം. അതിനകത്ത് അവൻ ചെയ്തത് ഈ പഴയ നാഗർകോവിലിൻ്റെയും കന്യാകുമാരി ജില്ലയിലെ ഈ സിനിമ വെച്ചുകൊണ്ടുള്ള ഒരു ലൊക്കേഷൻ സ്ട്രക്ചറും സ്റ്റഡിയുമായിരുന്നു അവൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതയുള്ള സിനിമയ്ക്ക് മാത്രമല്ല ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അങ്ങ് നേരത്തെ പറഞ്ഞതിലൂടെ അതിൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനവും ചരിത്രവും അതിൻ്റെ വിവിധ വാസ്തുശില്പങ്ങൾ എല്ലാം കൂടി തന്നെ ഒരു സിനിമയിൽ ഉണ്ടാകുമ്പോഴേക്കും ഒരു മനുഷ്യൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു അനുഭവമാണ് ആ സിനിമയിലൂടെ അങ്ങ് നമുക്ക് പ്രദാനം ചെയ്തത്. അതുപോലെ പലപ്പോഴും ഈ മലയാള സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടും ഒരു പ്രത്യേക അതുപോലെ മറ്റൊരു ചരിത്ര സംഭവമായിരുന്നു അങ്ങയുടെ തലപ്പാവ് എന്ന് പറയുന്നത്. അത് സിനിമയും ചരിത്രമായിരുന്നു, ആ ചരിത്ര സംഭവത്തിൻ്റെ ഒരു ആവിഷ്കരണവും കൂടിയായിരുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇപ്പോഴും അതാ ഞാൻ പറഞ്ഞത്, ഞാൻ 3 സിനിമകൾ ചെയ്തതിനകത്ത് 3 നിയമമാണ് 3ൻ്റെയും വിഷയം എന്നുള്ളത്.
കാരണം ഞാനതിനകത്തൊരു കാണുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ എപ്പോഴും സാധാരണ മനുഷ്യൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് കോടതി വ്യവഹാരത്തെക്കുറിച്ചാണ്. ജുഡീഷ്യറിയും പോലീസുമാണ് നമ്മളെപ്പോഴും കൂടുതൽ കാലത്തും എല്ലാ മനുഷ്യനും ഇടപെട്ട് പോകുന്നൊരു കാര്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സജീവമായിട്ട് അതുണ്ട് താനും എന്നുള്ളതാണ്. അപ്പം ഏതൊരു കാര്യത്തിനും നീതി നിർവഹണത്തിൻ്റെ ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിത്യജീവിതത്തിൽ കടന്നുപോയ 3 ആംഗിളുകളായിരുന്നു, 3 സമയങ്ങളും 3 സന്ദർഭങ്ങളും 3 രീതികളുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കുപ്രസിദ്ധ പയ്യൻ ചെയ്തു വന്നപ്പോഴേക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരു പേര് പോലും പ്രശ്നമാകുന്ന കാലത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത്തരം കാലത്തെക്കുറിച്ച് നമ്മൾ സിനിമ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ കാലത്തും ഓരോ സമയത്തും ഓരോ ജീവിതങ്ങളുണ്ടല്ലോ. ആ ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സ്മാരകമാക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മളുടെ ക്രിയേറ്റീവ് വർക്കിനകത്തോട് തന്നെ. വർക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഞാൻ പോലും നിലനിൽക്കണമെന്നില്ല, വർക്ക് മാത്രമാണ് അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങ് പ്രേക്ഷകർക്ക് നൽകുന്ന ആ ഒരു സംവേദിക്കാൻ നൽകുന്ന വലിയൊരു അവസരവും കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് പുതുതലമുറയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ്. ഇനി അങ്ങയുടെ മറ്റൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2022 മുതൽ അങ്ങ് മറ്റൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഈ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്. ഈ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ 4 വർഷം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഒരുപാട് കലാകാരന്മാരുടെ ജീവിതവുമായിട്ട് അറിയാനും ഇടപഴകാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ പറയില്ലേ, നിത്യജീവിതത്തിൽ പലപ്പോഴും ഹൈ എൻഡിൽ നിൽക്കുന്നതാണെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പോലും നമ്മൾ പെൻഷനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതിലുള്ള ഒരു വല്ലാത്ത അവസ്ഥ എനിക്കുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിക്കും അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആളുകളെ പോലും ഈ പറയുന്ന മാസം 4000 രൂപ കിട്ടുന്നതിന് ആശ്രയിക്കുന്നുണ്ട്, വില ചോദിക്കുന്നുണ്ട്. അപ്പം ഒപ്പം തന്നെ ഒരുപാട് ഈ പുതിയ തലമുറയിലെ ആൾക്കാരെ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം മെമ്പേഴ്സാക്കി മാറ്റണം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ നമ്മൾ പറയും, നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിനകത്ത് നമ്മൾ ആലോചിക്കുന്ന നമുക്കിതെന്നും ഉണ്ടാവും, എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് പറഞ്ഞാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിനകത്ത് വളരെ ചുരുക്കം ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് ലൈഫ് ലോങ് ടിൽ ആൻഡ് മരണം വരെ ചില കാര്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ എപ്പോഴും എല്ലാ കലാകാരന്മാരോടും പറയുന്നതാണ്, നമ്മുടെ കയ്യിൽ ആപത്തുള്ള കാലത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയതെന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ ചില സങ്കടങ്ങളിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്, പുറത്തു പറയാൻ പോലും പറ്റാത്ത അവസ്ഥകളുണ്ട് എന്നൊക്കെ ഞാൻ കണ്ടതും ഈ പറയുന്ന 4 വർഷങ്ങളിലാണ്. ഇപ്പോൾ 5000 രൂപയാണ് പെൻഷൻ ആവുന്നുണ്ട്. അവരുടെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെല്ലാം ഇൻക്രീസ് ചെയ്യപ്പെട്ടു. മുമ്പത് കഴിഞ്ഞ ടേമിനകത്ത് ലൈഫ് ലോങ്ങിൽ 1.5 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ എവറി 3 ഇയേഴ്സ് 2 lakhs വെച്ച് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടായിട്ടുണ്ട്. മറ്റ് ബെനിഫിറ്റ്സുകളെല്ലാം ഇപ്പം വിവാഹ ധനസഹായമായാലും പഠനത്തിലുള്ള കാര്യമായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ മരണാനന്തര സഹായമായാലും ഒക്കെ നമ്മളതെല്ലാം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതല്ല. കാരണം ആളുകൾക്ക് ഈ നമ്മളിവിടെ കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും ഒരാൾ സഹായിക്കാനുണ്ടാകും എന്നൊരു ആശ്വാസമായിട്ട് ഈ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ. കാരണം ഞാൻ പറയില്ലേ, ഇത് ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ലൈനില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചത്, നമ്മൾ പറയും നമ്മളുടെ ഒരു പ്രവർത്തികളിൽ എല്ലാ ദിവസവും പത്രത്തിൽ വാർത്തയാക്കണം, ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള. ഞാൻ ആലോചിച്ചത് അതിനുള്ള ചിലവ് പോലും ചിലവാക്കുന്ന പൈസ ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലതെന്ന്. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന 3 രൂപ സെസ് മാത്രമാണ്. ആ സെസ് ചില മാസങ്ങളിൽ സിനിമ നന്നായിട്ട് ഓടും, ചില മാസങ്ങളിൽ സിനിമ തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കളക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ പെൻഷൻ്റെ കൊടുക്കാനുള്ള തുക കിട്ടുന്നത് നമ്മുടെ കയ്യിലുണ്ടാവില്ല, വൈകാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് വേണം ആഘോഷങ്ങൾ നടത്താൻ, അറിയിക്കാനുമൊക്കെ. അങ്ങനെയല്ല എന്നുള്ളതും ആ പൈസ കൂടി ഉണ്ടായാൽ വൈകാതെ പെൻഷൻ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. കൊട്ടിഘോഷിക്കുകളെന്നേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കിട്ടുന്ന അവസ്ഥകളാണ് നല്ലത് എന്ന് വിശ്വസിക്കും. അത് ഏറ്റവും നല്ലതൊരു ആശയമാണ്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് കുറിച്ച് ആ ചിലവാക്കുന്ന കാശിൽ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസവും അതേപോലെ തന്നെ കിട്ടുന്ന ഒരു സംതൃപ്തിയും ആ ഒരു ഔട്ട്കമും വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഈ മലയാള സിനിമയിൽ തന്നെ വളരെ നേരത്തെ പറഞ്ഞുള്ള ഈ വ്യത്യസ്തത എല്ലാ കാര്യത്തിലും പുലർത്തുന്ന ആളാണ്. അത് ഒന്നെന്ന് പറയുന്ന ഒരു അഭിനേതാവ്, സംവിധായകൻ, എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്നപ്പോൾ വളരെ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
അങ്ങനെ ഇരിക്കെ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുപാൽ എന്ന എഴുത്തുകാരനെയാണോ, അഭിനേതാവിനെയാണോ, സംവിധായകനെയാണോ? അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ചതുരത്തിലൊന്നും വീഴണമെന്നൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് കുറഞ്ഞ സമയമാണ്. ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നൊരു സമയം എന്നുള്ളത്. ആ സജീവമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പം ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും, ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനും, ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പരസ്പരം പങ്കുവെക്കാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ചിലപ്പോൾ ഞാൻ എഴുതുന്നതിനകത്തായിരിക്കാം, ചിലപ്പോൾ സിനിമ അഭിനയിക്കുന്നതിലായിരിക്കാം, ചിലപ്പോൾ സംവിധാനം ചെയ്യുന്ന കണ്ടൻറ്റിലായിരിക്കാം. ഏത് തന്നെ ആവട്ടെ, ഏറ്റവും കൂടുതൽ മനുഷ്യനുമായിട്ട് ഇടപഴകിക്കൊണ്ടത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തെ എൻ്റെ ഇലക്ഷൻ കാലത്ത് പോലും ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ പലയിടങ്ങളിലും ഇടപെടുകയും സംസാരിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് 8-9 ജില്ലകളിലൂടെ ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്ത് പറയിക്കുക, അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഈ അനുഭവിച്ചറിയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, മറിച്ച് കണ്ട് നേരിട്ട് അനുഭവിക്കുന്നൊരു അവസ്ഥയുണ്ട്. ആ നേരിട്ട് അനുഭവിക്കലാണ് നമ്മളെപ്പോഴും സജീവമാക്കി നിൽക്കുന്നത്. നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുന്നത്, നമുക്ക് മറ്റൊരാളോട് ഇതല്ല ശരി ഇതായിരുന്നു ഞാൻ കണ്ടതാണ് എന്ന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ കഥയുണ്ട്. ആ സാക്ഷ്യമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുക, അത് പൊതുബോധത്തിൽ, പൊതുജീവിതത്തിൽ, പൊതുമനുഷ്യർക്ക് ഗുണകരമാക്കി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, അൾട്ടിമേറ്റായിട്ട് മനുഷ്യനുമായിട്ട് ഇടപഴകുന്ന, നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന, നമുക്ക് ചിലപ്പോൾ നമുക്ക് ദേഷ്യവും ഉണ്ടാവും, സങ്കടമുണ്ടാവും, വൈരാഗ്യമുണ്ടാകും, പകയുണ്ടാകും. പക്ഷേ അൾട്ടിമേറ്റ് മുന്നോട്ട് പോകുമ്പോഴും ഒന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് വേറെ കുറേ മനുഷ്യ സഹജമായ ജീവിതമുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്. എനിക്ക് കിട്ടുന്ന ഈ പൊസിഷൻ പോലും താൽക്കാലികമാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അയ്യോ ഇത് പോയല്ലോ എന്നുകൊണ്ട് ഞാൻ വേവലാതിപ്പെടാറില്ല. അതെനിക്കൊരു പർട്ടിക്കുലർ, നമ്മൾ പറയില്ലേ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയമാണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പീരീഡ്, കുറച്ച് സമയത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. നീ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ശരിക്കും അങ്ങയിലെ തന്നെ അഭിനേതാവും എഴുത്തുകാരനും അങ്ങനെയുള്ള സംവിധായകനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ കണ്ട സിനിമകൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, അതുതന്നെയാണ് എന്നെ മോൾഡ് ചെയ്തിട്ടുള്ളത്. ഞാനത് ഏറ്റവും വലിയ കാര്യം പറഞ്ഞത്, എൻ്റെ അമ്മ കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളെ വിട്ടുപോയതാണ്. അപ്പോൾ അമ്മ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്. 90-ാമത്തെ വയസ്സ് വരെയും വരിക്കുന്നതിൻ്റെ തലേന്നും പുസ്തകം വായിച്ചതും അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനില്ലായിരുന്നു അന്നത്തെ ദിവസം ഇവിടെ. അപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ ഞങ്ങൾ സജീവമായിട്ട് ടെലിവിഷൻ കാണൽ, സീരിയലൊക്കെ ധാരാളം സീരിയൽ കാണും, സിനിമ കാണും. ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമ തുടരും എന്ന സിനിമയും OTT-യിൽ ഓടും കുതിര ചാടും കുതിരയൊക്കെ കണ്ടുകൊണ്ടിരുന്ന അത്രയും ഈ അപ് ടു ഡേറ്റ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളായിരുന്നു. പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ കോവിഡ് കാലത്ത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ട് ടെലിവിഷൻ കഴിയുന്നതും കുറയ്ക്കാം, പുസ്തക വായന തുടങ്ങാമെന്നിടും. അപ്പോൾ ആ ഒരു 1.5 വർഷത്തോളം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളിങ്ങനെ രണ്ടുപേരും, അമ്മയ്ക്ക് ഞാനായിരുന്നു പുസ്തകം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരോ റൈറ്റേഴ്സ്, അപ്പോൾ ഏറ്റവും പുതിയ എഴുത്തുകാരെ മുഴുവൻ വായിച്ചുകൊണ്ടിരുന്ന അമ്മ അതെന്ന് പറഞ്ഞു പഴയ എഴുത്തുകാരെ നമുക്ക് തുടങ്ങാമെന്നുണ്ട്. പഴയ SK പൊറ്റക്കാടും കാരൂരും MTയും മാധവിക്കുട്ടിയും വൈക്കം മുഹമ്മദ് ബഷീറും തകഴിയും ഒക്കെ ആയിട്ടുള്ള ഒരു ജനറേഷൻ എഴുത്തുകാരെ മുഴുവൻ, ഒരു എഴുത്തുകാരനെ മുഴുവനായിട്ട് വായിക്കുക എന്ന സംഭവമല്ല, ഒരു പുസ്തകമല്ല, ഒരു എഴുത്തുകാരൻ്റെ മുഴുവൻ കൃതികൾ. കാരണം എൻ്റെ അത്രയും പുസ്തകങ്ങളുള്ളതുകൊണ്ട് അത് മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ. പക്ഷേ അതുകൊണ്ട് എനിക്കുണ്ടായൊരു ഗുണം തന്നെ, അമ്മയ്ക്ക് ഞാൻ ആ പുസ്തകം എടുത്തു കൊടുത്തോണ്ട് ഇപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരേപോലെ അത് വായിക്കാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലം നമ്മൾ സഞ്ചരിച്ചു വന്നു. കാരണം ഒരു 10-60 വർഷത്തോളം ഉണ്ടായിരുന്ന എൻ്റെ ലൈഫിനകത്ത് ഈ വായന തുടങ്ങിയ ഒരു 10-40 വർഷത്തോളം, ശരിക്കും റിയലായിട്ട് വായിച്ചു തുടങ്ങിയ ഒരു 40 വർഷത്തെ ജീവിതത്തിനകത്ത് 40 വർഷത്തെ നമ്മൾ വീണ്ടും ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കുകയും ആ പിന്നിലേക്ക് സഞ്ചരിച്ചതിൽ നിന്നും പുതിയ കാലത്തിലേക്ക് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്താൻ അമ്മ എന്നെ സഹായിച്ചതുണ്ട്. അപ്പം ഈ വായന തന്നെയാണ് ഒരർത്ഥത്തിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയുള്ള കാലത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനകത്ത്, ഞാനിത് പഴയത് കണ്ടിരുന്നു, പഴയ കാലം ഇതായിരുന്നു,
അതിൽ നിന്നും ഇത്രയും മാറിയിട്ടുണ്ട്, ഇനിയും മാറേണ്ടതുണ്ട്, മാറാൻ സാധ്യതയുള്ളത് ഇതാണ് എന്നും മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ടാക്കുന്നത്. അത് ഞാൻ അത് ഏറ്റവും രസകരമായിട്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പീരുമേട് എന്ന സ്ഥലത്താണ് ഇടുക്കിയിൽ 85-86 കാലങ്ങളിൽ ഞാൻ ഇടുക്കി ജില്ലയിലേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കഷ്ടപ്പാടും ദുരിതവും ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പോകുമ്പോൾ, പിന്നെ പല ഘട്ടങ്ങളിൽ പോകുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് മൂന്നാറിലേക്ക് ഒരു 6 മണിക്കൂറുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് എനിക്ക് എത്താൻ പറ്റും. 4 മണിക്കൂറുണ്ട് പീരുമേട് എന്ന സ്ഥലത്ത് എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ പണ്ട് അതല്ലായിരുന്നു സ്ഥിതി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ലോകം മാറുന്നതിന് ഏറ്റവും പ്രധാനമായത് ആ ലോകത്തിലേക്കുള്ള സഞ്ചാരമാർഗം ഏറ്റവും എളുപ്പമായി മാറുക. സഞ്ചാരമാർഗം എളുപ്പമായി മാറുമ്പോൾ മാത്രമാണ് ഒരു നാട് വികസിച്ചു എന്നത്. ഞാൻ ഇടുക്കിയിലെ പല വഴികളിലൂടെയും സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇടുക്കി വല്ലാതെ മാറുന്നത് ഈ സഞ്ചാരയോഗ്യമായി മാറിയിട്ടുണ്ട്. അസാധ്യമായ റോഡുകളായിട്ടും അസാധ്യമായ വഴികളായിട്ടും വളരെ കൃത്യമായ ചെറിയ ഇടങ്ങളിലേക്ക് പോലും നല്ല പാതകൾ ഉണ്ടായതെന്നുള്ളത്. അപ്പോൾ അതൊരു ഒരു 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 നമ്മുടെ ഒരു ഭരണകൂടം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ മനുഷ്യരുമായിട്ട് ഇടപഴകിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചകൾ കണ്ടതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഒരു പരിച്ഛേദം അതുണ്ടാവും. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ്സ് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ പറ്റുന്നുണ്ട്. മറ്റത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ, പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെയുള്ളൂ. മറിച്ച് ഇതൊരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളുമായിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റുന്നുണ്ട്. അത് എല്ലാ ജില്ലകളിലും, ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഞ്ചരിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത്. അതൊരു ഈ ഒരു പരിധിവരെ ഈ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നതുകൊണ്ട് കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. ഒരു അവസരം കൂടി കിട്ടി എന്നുള്ളതാണ്. ശരിക്കും അങ്ങ് നേരത്തെ വായനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇനി അങ്ങയുടെ എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അങ്ങയുടെ ഈ എഴുത്തിൻ്റെ പുസ്തകങ്ങളുടെയൊക്കെ തന്നെ ശീർഷകങ്ങൾ എപ്പോഴും നമുക്ക് വളരെയധികം പെരുമയുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും ഓരോന്നും വളരെ വ്യത്യസ്തവുമാണ്. ഇപ്പം അവസാനമായി വന്നു നിൽക്കുന്ന ജീവിതം ജീവിച്ച് തീർക്കുന്നത്, അതിലേക്ക് എത്തിയതിനെക്കുറിച്ചൊന്ന് പറയാം. ടൈറ്റിലുകൾ എനിക്ക് നമ്മളൊരു കഥ എഴുതുമ്പോൾ ആ കഥ നമ്മൾ മറ്റൊരാളോട് പറയുകയാണല്ലോ. ആ പറയുന്നത് കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അതിന് ഗുണകരമായി മാറാൻ പറ്റും. അപ്പം കഥയ്ക്ക് ടൈറ്റിലുകൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു കുറച്ച് ഒറ്റയടിക്ക് ഉണ്ടാകുന്നില്ല, ആലോചിച്ച് തന്നെ ചെയ്യുന്നത്. ഞാനിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം മാതൃഭൂമി പബ്ലിഷ് ചെയ്ത മായാസഞ്ചാരം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. മായാസഞ്ചാരം ശരിക്കും എൻ്റെ ഒരു സിനിമ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഭൂതകാലത്തെക്കുറിച്ചുള്ള കാര്യമാണ്. അതൊരു ചെറുകഥാ സമാഹാരമല്ല, അതൊരു ഭൂതകാലമാണ്. കാരണം ഞാൻ ഭരത് ഗോപിയുടെ കൂടെ യമനം എന്ന സിനിമയ്ക്കാണ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ജീവിതം തുടങ്ങുന്നത്, സിനിമയിലുള്ള ജീവിതം തുടങ്ങുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞായിട്ട് അവളെ മോളെ പ്രസവിച്ച ദിവസം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഒരു ചാട്ടമാണത്. ശരിക്കും അന്നത്തെ കാലത്ത് ഉള്ള പണികളെല്ലാം കളഞ്ഞ് നടുക്കടലിലേക്ക് എടുത്ത് ചേടുകയാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുക. കാരണം അതൊരു മെയിൻ സ്ട്രീം സിനിമയല്ല. ഒരു NFTC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോപിച്ചേട്ടനെ പോലൊരു ആക്ടർ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ വിധി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്. ആ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു രാജീവ് അഞ്ചൽ. അപ്പം നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഞാനത് തോന്നുന്നത്. ആ സിനിമ ഗോപിച്ചേട്ടൻ്റെ കൂടെ യമനത്തിന് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഗോപിച്ചേട്ടൻ്റെ പാതയം എന്നൊരു സിനിമ ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത പാതയത്തിന് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഗോപിച്ചേട്ടൻ്റെ കൂടെ വാർദ്ധക്യപുരാണം എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ 3 അവസ്ഥകളിലൂടെ ഞാൻ നിർമ്മാതാവായ ഗോപിച്ചേട്ടനെ കണ്ടു, ഡയറക്ടറായിട്ടുള്ള ഗോപിച്ചേട്ടനെ കണ്ടു, ആക്ടറായ ഗോപിച്ചേട്ടനോടൊപ്പം ചെയ്യുന്നതിനിടയിൽ ഞാൻ ചെയ്ത 3 സിനിമകളുണ്ടായിരുന്നു. ഓസ്ട്രേലിയ, ബട്ടർഫ്ലൈസ്, കാശ്മീരം, തങ്കക്കുൽസ് എന്ന് പറഞ്ഞ സിനിമ. ഓസ്ട്രേലിയ റിലീസായില്ല. ബട്ടർഫ്ലൈസ്, കാശ്മീരം, ബട്ടർഫ്ലൈസ്, തങ്കക്കുൽസ്, ബട്ടർഫ്ലൈസ്, കാശ്മീരം എന്ന് പറഞ്ഞ 3 സിനിമയും ഈ 3 സിനിമയും കൂടി ചേർത്തുള്ള ഒരു 6 സിനിമകളുടെ ഒരു കാലം മായാസഞ്ചാരം എന്നുള്ള സംഭവത്തിൽ. അപ്പം അതൊരു ഒരു പരിധിവരെ നമ്മുടെ സിനിമ പ്രവർത്തിക്കുന്ന മേഖലയിൽ എത്തുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനെ പോലുള്ള കക്ഷികൾ അത് വായിക്കുകയൊക്കെ ചെയ്തിട്ട് അത്തരം ആളുകൾ എന്നോട് ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരു വഴി സഞ്ചരിച്ചിട്ടാണ് ചേട്ടൻ എത്തുന്നത് എന്നുള്ളതല്ല. അപ്പം നമ്മൾ ജീവിച്ചൊരു ജീവിതമാണല്ലോ മറ്റൊരാളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുന്നത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് പറയുന്നൊരു ടൈറ്റിലേക്കും എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുത്ത് എന്നെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ മറ്റൊരാളോട് പറയാനുള്ള ജീവിതമാണ്. ഇപ്പം എന്തായാലും അവസാനമായി നമ്മൾ ഒരുപാട് അഭിനേതാവ് അതേപോലെ തന്നെ സംവിധായകൻ, എഴുത്ത് എന്നുള്ള രീതിയിൽ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അവസാനമായി നമ്മുടെ ACB പ്രേക്ഷകരോട് അല്ലെങ്കിൽ യുവാക്കളോട് അങ്ങേക്ക് നൽകാനുള്ള ഈ വിഷുദിനത്തിൽ നൽകാനുള്ള സന്ദേശം
ഒറ്റ കാര്യം മാത്രം ഞാൻ എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നൊരു ജീവിതം ഒരൊറ്റ ചാൻസാണ്. ഒരേ ഒരു ചാൻസ് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ ജീവിച്ചു പോകുന്ന ജീവിതം കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾ ജീവിച്ചു എന്നുള്ളത് ആരുടെയും മനസ്സിൽ നിലനിൽക്കില്ല. പക്ഷേ ജീവിക്കുന്ന ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുന്നത് നമ്മൾ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഒന്നും എൻ്റെ ഉള്ളിലല്ല, മറ്റൊരാളുടെ മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരാളുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ മറ്റൊരാളോട്, പൊതുസമൂഹത്തോട് നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. ആ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ സങ്കടവും നമ്മുടെ ഭയവും. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റോടുകൂടി ജീവിച്ചു പോവുക എന്നുള്ളത്, എല്ലാ അർത്ഥത്തിലും സത്യസന്ധമായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ജീവിച്ചു പോകാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള ആശംസയാണുള്ളത്. വിഷു വെറും ഒരു മാസത്തിൻ്റെയോ ഒരു ദിവസത്തിൻ്റെയോ ആഘോഷമല്ല. ലോകം ഇപ്പോഴും ഒരു സമൂഹം സാംസ്കാരികമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ ഒരു തുടക്കത്തിൻ്റെ കാലം കൂടിയാണ്. ആ തുടക്കം എല്ലാ കാലത്തും പുതിയ തുടക്കങ്ങളുടെ വഴികൾ കൂടിയായി മാറും. വിഷുദിനാശംസകൾ. എന്തായാലും അങ്ങയുടെ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി. ജീവിതം എന്തായാലും ജീവിച്ച് തീർക്കാനുള്ളതാണ്. അങ്ങയുടെ മായാസഞ്ചാരം നമുക്കേവർക്കും നന്നായിട്ട് തന്നെ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ വിഷു ആശംസകൾ.